മണിപ്പൂരിൻ്റെ ഒരു വിഷമം ഉണ്ടായപ്പോൾ, കുക്കി പൈത്തെ അങ്ങനെ ഒരു വഴക്കുണ്ടായപ്പോൾ എന്നെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചു. സ്നേഹം കാണിച്ചും ചില ചെറിയ ഉപദേശങ്ങൾ കൊടുത്തും അവരെ സഹായിച്ചു എന്ന് പറയാം. സമാധാനം വന്നു. നമ്മുടെ കൂടെ ഉള്ളത് ആർച്ച് ബിഷപ്പ് തോമസ് മേനാമ്പറമ്പിൻ്റെ കൂടെയാണ്. മേനാമ്പറമ്പിൽ നമ്മുടെ കൂടെയുണ്ട്. പിതാവിനെ പറ്റി പറയുകയാണെങ്കിൽ 1951 പാലാ രൂപതയിൽ നിന്ന് ഇവിടെ നോർത്ത് ഈസ്റ്റിൽ മിഷനിന് വേണ്ടി ചേരാനായിട്ട് വന്നതാണ്. പിതാവ് 75 വർഷം ഒരു മിഷണറി ആയിട്ട് ഇവിടെ പ്രവർത്തിച്ചു. കഴിഞ്ഞ 70 വർഷമായിട്ട് ഒരു റിലീജിയസ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. 45 വർഷം ബിഷപ്പായിട്ടും ആർച്ച് ബിഷപ്പായിട്ടും ഇവിടെ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 75 വർഷമായിട്ട് അങ്ങോട്ട് നോർത്ത് ഈസ്റ്റിൽ പ്രവർത്തിക്കുന്നു. നമ്മളൊന്ന് പുറകോട്ട് നോക്കിയാൽ പിതാവിന് എന്ത് തോന്നുന്നു? ആദ്യമായി തന്നെ മറ്റുള്ള മിഷണറിമാർക്ക്, ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, അങ്ങനെ അവിടെ നിന്നൊക്കെ വന്ന മിഷണറിമാർക്ക് നന്ദി പറയണം. വളരെ വിഷമമുള്ള സമയത്ത് അവർ ഈ മല കയറി വിഷമമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഈ സഭ സ്ഥാപിച്ചു, നമ്മളെ വളർത്തിയെടുത്തു, നമുക്ക് പഠനം കൊടുത്തു, നമുക്ക് ട്രെയിനിങ് നൽകി. അവരുടെ ട്രഡീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് ഞങ്ങൾ പ്രിസർവ് ചെയ്യണമെന്ന് അവർ താല്പര്യപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല ഈ കാലത്ത് നടന്നതാണ് ഏറ്റവും വലുത്, ഞാനാണ് ഏറ്റവും കൂടുതൽ ചെയ്തതെന്ന് പറയത്തില്ല. മറ്റുള്ളവർ ചെയ്തതിൻ്റെ പകുതിയായിരിക്കും നമ്മൾ. പക്ഷേ മറ്റുള്ളവർ ചെയ്തതിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്തത്. ദേ ലേ ദ ഫൗണ്ടേഷൻ, വി ബിൽറ്റ് റെസ്റ്റ് ഓഫ് ദ സ്ട്രക്ചേഴ്സ്. ഞാൻ ആദ്യം വന്നപ്പോൾ ഗുവാഹത്തി മസ്റ്റ് ഹാവ് ബീൻ 50,000 people. Now 2 million people. Catholics may have been also in the whole of Northeast may have been 60,000-70,000 people in the whole of Northeast. Now 2 million Catholics in the whole of Northeast. We have grown. ആ കാലത്ത് സഭ എന്ത് ചെയ്യുന്നു? പഠനം കൊടുക്കാൻ ജോലി ചെയ്യുന്നു. പക്ഷേ ഏത് എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്? പ്രൈമറി സ്കൂൾ. ആ കാലത്ത് നമ്മൾ പ്രൈമറി സ്കൂൾ മാത്രമേ തുറക്കാൻ കഴിവുണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹൈസ്കൂളിലേക്ക് മാറാനും സാധിച്ചു. പക്ഷേ കുറച്ച് സ്ഥലത്ത്, ഷില്ലോങ്ങിലും ഗുവാഹത്തി. Now I don't know how many schools in the whole of Northeast India. At that time there was only one diocese. Now there are 15 dioceses with any number of schools and any number of colleges and one university. Possibly other universities are in preparation. So in the field of education we have made marvelous progress. In the field of health, one sister used to give, ചിലപ്പം സ്വല്പം മരുന്ന് കൊടുക്കുവാൻ ശ്രമിക്കും, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുവാൻ ശ്രമിക്കുമായിരുന്നു ആ കാലത്ത്. ഇപ്പോൾ ഞാൻ തന്നെ 6 ഹോസ്പിറ്റൽ പണിതു. മറ്റുള്ള പിതാക്കന്മാർ അതുപോലെ തന്നെ പല ഹോസ്പിറ്റൽസും പണിതിട്ടുണ്ട്. അത് ചെറിയ ഹോസ്പിറ്റലല്ല, നല്ല ഹോസ്പിറ്റൽ, 200 patients, that kind of a big kind of hospital പണിതെടുക്കാൻ എളുപ്പമല്ലായിരുന്നു. When I was a young priest working in the field of education in St. Anthony's College, in Don Bosco Technical Institute, young students have become MLAs, MPs, Speaker of the Assembly, Purna Sangma, Speaker of the Assembly, Chief Minister, the present Chief Minister himself is a son of a past pupil of mine so many years ago. They were all village children originally, but they came up through education to very high position. So as a priest, we were in the field of education, we have contributed. I do not say I have contributed, but Don Bosco Society has contributed. The Catholic Church has contributed. St. Edmund's College, St. Mary's College, other colleges in Shillong built up so very many important leaders. ഞങ്ങൾ തമാശയായിട്ട് പറയുമായിരുന്നു, ഞങ്ങൾ വടക്കേ നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ പീപ്പിൾ, ഞങ്ങൾ
മറ്റുള്ള ഭാരതത്തിലെ മറ്റുള്ള ഭാഗങ്ങൾ നോക്കും. ഇപ്പോൾ ഭാരതത്തിലെ മറ്റുള്ള ഭാഗങ്ങളല്ല ഞങ്ങൾ നോക്കുന്നത്, ലോകം മുഴുവൻ ഉള്ള മിഷനറിയിൽ ഞങ്ങളുടെ ചില അംഗങ്ങൾ ഉണ്ട്. ഇത് കുറച്ച് നാളത്തേക്കെങ്കിലും വളർന്നുകൊണ്ടിരിക്കും. I do not say it will continue permanently because every church gets exhausted after a while. Kerala Church also is getting slowly exhausted in sending out missionaries to so faraway places. Missionaries came from Belgium, Italy, France. അങ്ങോട്ടാണ് മിഷണറിമാർ പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ തെക്കേ ഇന്ത്യ, സൗത്ത് ഇന്ത്യ also is getting exhausted with vocation falling gradually, and it is possible also it can happen here. But a young church, പ്രായം അധികം ഇല്ലാത്ത സഭ വളരെയധികം ചെയ്യുവാൻ സാധിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി ശ്രമിക്കാം. മറ്റുള്ള സഭകളോടത്തിൽ ഒരുമിച്ച് ഈ ക്രിസ്തുവിൻ്റെ സന്ദേശം എല്ലാവരുടെയും പക്കൽ എത്തിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ തിയോളജിയൊക്കെ പഠിക്കുന്ന കാലത്ത് ഷില്ലോങ്ങിലും മറ്റുമൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് മറ്റുള്ള സഭകൾക്ക് എതിരായി എങ്ങനെ തർക്കിക്കണം, അതിനുള്ള ആർഗ്യുമെൻറ്റ്സ് എങ്ങനെയാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. മറ്റുള്ള പള്ളികളിൽ മറ്റുള്ള സഭക്കാർ ഞങ്ങൾ കത്തോലിക്കർക്ക് എതിരായി എങ്ങനെ തർക്കിക്കണം അതാണ് അവരെ പഠിപ്പിച്ചത്. ഞങ്ങളുടെ റീഡിങ് ഓഫ് ഹിസ്റ്ററി വാസ് ഡിഫറെൻറ്റ്. എന്നാൽ ചരിത്രം വേറെ വേറെ രീതിയിലാണ് അവർ മനസ്സിലാകുന്നത്, നമ്മൾ മനസ്സിലാകുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും ഇതിനെപ്പറ്റി ഓർക്കുന്നുണ്ട്. ഈശോ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഐക്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ദാറ്റ് ദേ മേ ബി വൺ. ഈ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ വിശ്വസിക്കുന്നവരെല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ അസാധ്യതയുണ്ട് എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചത്, ദാറ്റ് ദേ മേ ബി വൺ. സോ ഞാൻ എൻ്റെ മനസ്സിലെപ്പോഴും വിചാരിച്ചു, എങ്ങനെ സഭകളെ ഒരുമിച്ച് കൊണ്ടുവരാം. ചെറുപ്പകാലത്തിൽ അധികം ചെയ്യുവാനുള്ള കഴിവില്ലായിരുന്നു. പക്ഷേ ത്യാഗി ബിൽ വന്നപ്പോൾ ക്രിസ്ത്യാനികളുടെ തത്വങ്ങൾക്ക് എതിരായിട്ട് ഇങ്ങനെ പാർലമെൻറ്റിൽ ഒരു പുതിയ നിയമം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാകുന്ന ആ സമയത്ത് ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഇൻ സെൽഫ് ഡിഫെൻസ് വി കെയിം ടുഗദർ. മറ്റുള്ളവർക്ക് എതിർക്കാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വന്നു. പക്ഷേ അത് വളരെ ഉപയോഗമുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ഫോർമൽ self-defense, I try to cultivate personal friendship with the church leaders of other churches. This is even more important than formal official contact. And one ceremonial peace day, one ceremonial unity day, but personal contact and cultivation of affection and esteem for each other. After a while, I found Mr. Basayomai, who was secretary with me in this peace group, this joint action committee. We were thicker friends than many others. But a greater opportunity came, not only in self-defense, but in collaborative work, when in 1996 there was a clash between two tribes. വഴക്കുണ്ടായി 2 ലക്ഷം ആളുകൾ ഇങ്ങനെ അപകടത്തിലായിരുന്ന സമയത്ത് 42 47 ക്യാമ്പ്സ്, റിലീഫ് ക്യാമ്പ്, ദേ വേർ പുട്ട് ഇൻ ടു റിലീഫ് ക്യാമ്പ്സ്. ആ സമയത്ത് നമ്മൾ അവരെ സഹായിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ഞാൻ മറ്റുള്ള സഭകളുടെ നേതാക്കന്മാരോട് ഇൻഫോർമലായിട്ട് പറഞ്ഞു, ലെറ്റ് us not compete when people are dying. People are suffering. This is not the time to compete and say our church did more than the other church. അങ്ങനത്തെ സംസാരം നമുക്ക്
ഉപയോഗമുണ്ടാകുകയില്ല, ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ ഉടനെ സംബന്ധിച്ചു. വേറെ വേറെ സഭകളിലുള്ള അംഗങ്ങൾ ഒരുമിച്ച് വന്നു. ഇങ്ങനെ സഹായിക്കാൻ മാത്രമല്ല, ബട്ട് ഓൾസോ ഇൻ അവർ ഹാർട്ട്സ് വി വെർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഇത് കണ്ടപ്പോൾ മറ്റുള്ള സഭകളുടെ നേതാക്കന്മാർ, കോക്രജാർ മാത്രമല്ല, നാഗാലാൻഡ്, മണിപ്പൂർ, മറ്റുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഇത് കണ്ട് അതിശയിച്ചു. അതുകൊണ്ട് മണിപ്പൂരിൻ്റെ ഒരു വിഷമം ഉണ്ടായപ്പോൾ, ചുരച്ചാൻപൂരിൽ കുക്കി പൈത്തെ അങ്ങനെ ഒരു വഴക്കുണ്ടായപ്പോൾ എന്നെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചു. ഞാൻ അവിടെ അധികം സഹായിക്കാനുള്ള കഴിവില്ലായിരുന്നു, എങ്കിലും സ്നേഹം കാണിച്ചും ചെറിയ ഉപദേശങ്ങൾ കൊടുത്തും അവരെ സഹായിച്ചുവെന്ന് പറയാം. സമാധാനം വന്നു. സഭയുടെ ഐക്യം വളർന്നുകൊണ്ടിരിക്കുന്നു. ജോലി ചെയ്യാൻ മാത്രമല്ല ഞങ്ങൾ സഹായിച്ച, സ്നേഹത്തിലും ഞങ്ങൾ വളർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശവും അത് മറ്റുള്ള സഹായങ്ങളും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ബിഷപ്സ് വിചാരിച്ചു ഈ ജോലി കണ്ടിന്യൂ ചെയ്യാൻ ആരെങ്കിലും വേണം. സോ അതിനു വേണ്ടിയിട്ട് 5 വർഷം മുമ്പ് Bishops of North East India appointed Father Tom, who is with us just now, to us representing the bishops to be in charge of ecumenism. Now he is a full-timer, and he approached this problem of this challenge of ecumenism in a very positive way. Mother Teresa കൽക്കട്ടയിൽ സാധാരണക്കാരുടെ ആവശ്യം കണ്ടപ്പോൾ റോഡിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ when there was conflict in various areas ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി വന്നു, വീണ്ടും വന്നു. ഗവൺമെൻറ് പോലും, അസാം ഗവൺമെൻറ്, ചീഫ് മിനിസ്റ്റർ, ഗവർണർ ഞങ്ങളെ they thanked us for the services we rendered. Peace is made by the two parties concerned. സഭയുടെ ഐക്യം വളർന്നുകൊണ്ടിരിക്കുന്നു, സ്നേഹം വളർന്നുകൊണ്ടിരിക്കുന്നു, മ്യൂച്വൽ റെസ്പെക്റ്റ് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ റിട്ടയർ ചെയ്തതിൻ്റെ ഉടനെ ആഥൻസിൽ വേൾഡ് കോൺഗ്രസ് ഓഫ് ഫിലോസഫി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. 3000 സ്കോളേഴ്സ് ലോകം മുഴുവനിൽ നിന്നും വന്നായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അക്രോപോളിസ് എന്ന സ്ഥലമുണ്ട്, ഹിസ്റ്റോറിക്കൽ, അത് കാണാനായിട്ട് ഞങ്ങൾ വണ്ടിയിൽ പോയി. തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിൽ എൻ്റെ കൂട്ടത്തിലിരിക്കുന്ന ചൈനീസ് ടീം ഓഫ് ഫിലോസഫേഴ്സ്. സോ ഒരു പ്രൊഫസറോട് ഞാൻ ചോദിച്ചു, സാർ യു ആർ ഫ്രം ചൈന? ആൻഡ് secretary of the Chinese professor got up and began to talk enthusiastically about this great Professor Chang. അത് കഴിഞ്ഞ് എന്നെ ചൈനയിൽ പോയി അവരുടെ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യാമെന്ന് ചോദിച്ചു. അതിന് ബയോഡേറ്റ ചോദിച്ചു. ഞാൻ പറഞ്ഞു വല്ലപ്പോഴും വന്ന് വല്ല ടോക്ക് കൊടുക്കാം, ജോലി ചെയ്യാമെന്നറിയത്തില്ല. പക്ഷേ എൻ്റെ ഈ ബയോഡേറ്റ അമേരിക്കൻ പ്രൊഫസേഴ്സ് അവിടെ ജോലി ചെയ്യാൻ കൊടുത്ത ബയോഡേറ്റ സാമ്പിൾ എനിക്ക് അയച്ചു. ഇതുപോലെ എഴുതണം, ചുമ്മാ ഇങ്ങനെ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. പക്ഷേ ഞാൻ പറയാം, അത് കഴിഞ്ഞ് അവർ ഗൂഗിൾ നോക്കിയായിരിക്കും, ഗൂഗിളിൽ തന്നെ കണ്ടു ആർച്ച് ബിഷപ്പാണെന്ന് അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അവരുടെ പക്ഷേ ഈ സ്നേഹവും ബഹുമാനവും കുറഞ്ഞില്ല. ഞങ്ങളുടെ SPD-യിലെ ഒരു വൈദികനെ ആർച്ച് ബിഷപ്പ് ആക്കിയപ്പോഴത്തേക്ക് അവിടുന്ന് ഭയങ്കര ഒബ്ജക്ഷനായിരുന്നു. പിന്നെ അത് വളരെ വിഷമിച്ചാണ് ക്രോഷ്യറും മൈറ്ററും അവിടെ അണ്ടർഗ്രൗണ്ടിൽ വഴിയായിട്ടാണ് എത്തിച്ചത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലോട്ട് ആർച്ച് ബിഷപ്പിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ സെക്രട്ടറിയെ വളരെ പേഴ്സണലായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അത് സാരമില്ല, ആർച്ച് ബിഷപ്പാണെന്ന് പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ പ്രൊഫസർ തോമസ് മേനാമ്പറമ്പിൽ SDB. അപ്പോൾ ഇത് അപ്പോൾ പ്രൊഫസറും
പിന്നെ SDB അവർ വിചാരിച്ചു വേറെ ഏതാണ്ട് ഒരു പിന്നെ ഡിഗ്രിയാണെന്ന് വിചാരിച്ചു നോ. അപ്പോൾ അങ്ങനെ ആണ് അവർ ആർച്ച് ബിഷപ്പിനെ സ്വീകരിച്ചതും. എന്നെ പല പ്രാവശ്യം അവർക്ക് പേഴ്സണലായിട്ട് ഇമെയിൽ അയക്കുകയും എന്നോട് ഇങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ സിറ്റുവേഷന് പോകാൻ പറ്റിയില്ല. പക്ഷേ പ്രൊഫസർ തോമസ് മെനാംപറമ്പിൽ വാസ് ഓൾവേസ് ദ ഡാർലിംഗ് ഓഫ് ദ പീപ്പിൾ ഓഫ് ചൈന. ആൻഡ് അവിടുത്തെ ആ പ്രൊഫസേഴ്സിന് വളരെ താല്പര്യമായിരുന്നു. ഇങ്ങനെ പ്രൊഫസർ തോമസ് വരാൻ പറ്റുമോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു വിളിച്ചോളൂ, പുള്ളി വളരെ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മളെ ചേർച്ച് ഇൻ ഇന്ത്യയെ മാത്രമല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യ ഭൂഖണ്ഡത്തെ പോലും ഇന്ത്യൻ സിറ്റുവേഷനെ പോലും റെപ്രസെൻ്റ് ചെയ്യുന്നതിന് ഉള്ള ഓപ്പർച്യൂണിറ്റി ബിഷപ്പിനുണ്ടായിട്ടുണ്ട്.